മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിന്റെ അന്വേഷണം അട്ടിമറിച്ചതിൽ ADGP അജിത് കുമാറിന് സസ്പെൻഷൻ. SIT റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സസ്പെൻഷൻ ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. വിവരങ്ങളുമായി സിജോ വി ജോൺ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സിജോ തന്നെ കുറേ ദിവസങ്ങളായി നടപടി ഉണ്ടാകുമെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് നടപടി ഉറപ്പിച്ച കാര്യം സിജോ തന്നെയാണ് ബ്രേക്ക് ചെയ്തത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ വാർത്ത പുറത്തു വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിനെ നടപടിയായി കാണണോ, അന്വേഷണ വിധേയമായ ഒരു കാര്യമായി കാണണോ, എന്തായിരിക്കും ഇതിന്റെ അനന്തരഫലം? സാധാരണ നമ്മൾ ഒരു സസ്പെൻഷൻ നടപടി വരുമ്പോൾ ഉദ്യോഗസ്ഥൻ അത് താൽക്കാലികമായ സർവീസിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു എന്നതിനപ്പുറത്തേക്ക് അജിത് കുമാറിന്റെ കാര്യത്തിൽ അത് വലിയ ഡെപ്താണുള്ളത്. കാരണം ഈ മാസം 31-ാം തീയതിയാണ് DGP സ്ഥാനത്ത് നിന്ന് ഫയർഫോഴ്സ് മേധാവിയായിട്ടുള്ള നിതിൻ അഗർവാൾ വിരമിക്കുന്നത്. അങ്ങനെ നിതിൻ അഗർവാൾ വിരമിച്ചാൽ ആ സ്ഥാനത്തേക്ക് വരാൻ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ADGP എന്ന് പറയുന്നത് MR അജിത് കുമാറാണ്. അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ഒരു നടപടി, അതൊരു സസ്പെൻഷൻ നടപടി വേണമെന്നില്ല, അതിനപ്പുറത്തേക്ക് ഒരു എൻക്വയറി വന്ന് ഒരു ചാർജ് മെമ്മോ കൊടുത്താൽ ഈ സ്ഥാനക്കയറ്റം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ സസ്പെൻഷൻ നടപടി തന്നെ വന്നിരിക്കുകയാണ്. നമ്മൾ 2 ആഴ്ച മുമ്പേ പറഞ്ഞതാണ് കടുത്ത നടപടിയിലേക്ക് ആഭ്യന്തര വകുപ്പ് നീങ്ങുന്നു, സസ്പെൻഷനുള്ള സാധ്യത വരെ തള്ളിക്കളയാനാവില്ല എന്നുള്ളത്. അതിപ്പോൾ സസ്പെൻഷൻ നടപടിയിലേക്ക് തന്നെ പോകുന്നു. അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത് അജിത് കുമാറിനെതിരെ ഈ റിപ്പോർട്ടിൽ ഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ടെന്നാണ്. കാരണം അജിത് കുമാറിന്റെ അറിവോട് കൂടിയാണ് അദ്ദേഹത്തിന്റെ ഓഫീസിലെ 2 ഗ്രേഡ് SIമാർ ഈ അന്വേഷണത്തിന്റെ അട്ടിമറിക്ക് മുൻകൈയെടുത്തത്, നേതൃത്വം നൽകിയിട്ടുള്ളത്. അത് നേതൃത്വം നൽകിയ അജിത് കുമാറാണ്, കാര്യങ്ങൾ ചെയ്തത് ഈ 2 ഗ്രേഡ് SIമാരാണ് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് മൊഴികൾക്കപ്പുറത്തേക്ക് ഈ പങ്ക് സ്ഥിരീകരിക്കുന്ന കൃത്യമായ തെളിവുകൾ അജിത് കുമാറിനെതിരെ ഉണ്ട് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവി ആദ്യം SIT റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം പിന്നീട് ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ട് 5 കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റിപ്പോർട്ടിൽ കൂടുതൽ വിശദാംശങ്ങൾ തേടുന്നത്. ആ വിശദീകരണം കൂടി പരിശോധിച്ചതിന് ശേഷമാണ് അജിത് കുമാറിനെതിരെ കുരുക്ക് മുറിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നത്. ഈ റിപ്പോർട്ട് കിട്ടി 1 മാസത്തിലധികമായി അജിത് കുമാറിനെതിരെ എന്തെങ്കിലും നടപടികളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് സാധ്യമായിരുന്നില്ല. പക്ഷേ ഈ DGPയുടെ അടുത്ത് നിന്ന് ആഭ്യന്തര വകുപ്പിലേക്ക് റിപ്പോർട്ട് പോകുമ്പോൾ ഇനിയും എത്ര നാൾ എന്നൊരു ചോദ്യമായിരുന്നുവെങ്കിൽ അധികം വൈകേണ്ടി വന്നില്ല. വളരെ പെട്ടെന്ന് ഇന്നലെ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയെങ്കിൽ ഇതിപ്പോഴത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ സസ്പെൻഷൻ നടപടികളിലേക്ക് വന്നിരിക്കുന്നു. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ആഭ്യന്തരമന്ത്രിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുമായിട്ടോ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും വിട്ടുവീഴ്ച വേണ്ട നിലപാടാണ് രണ്ടുപേർക്കും ഉണ്ടായിരുന്നത്. കടുത്ത നടപടി വേണം എന്നുള്ളതാണ്. ആ നടപടിയിലേക്ക് പോകുമ്പോൾ അത് സാധൂകരിക്കുന്ന തെളിവുകൾ ഈ റിപ്പോർട്ടിലുണ്ടോ എന്നുള്ളതായിരുന്നു. എന്തായാലും ആ റിപ്പോർട്ടിൽ അതിനുള്ള തെളിവുകളുണ്ട്. അതോടൊപ്പം തന്നെ ഒരു നടപടിയുമായി, സസ്പെൻഷൻ നടപടിയുമായി മുന്നോട്ട് പോയാലും ഒരു തരത്തിലും സർക്കാരിന് വെല്ലുവിളിയാകില്ല. ട്രിബ്യൂണലിന്റെ അടുത്ത് പോയാലും അജിത് കുമാറിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട്, ഒരു ഉത്തരവ് കിട്ടാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. അതാണ് നിയമോപദേശിക്ക് ലഭിക്കുകയും ചെയ്തിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായ അജിത് കുമാർ ഇതിന്റെ വളരെ വേഗത്തിൽ തന്നെ ട്രിബ്യൂണലിനെ ചാലഞ്ച് ചെയ്യുന്നുള്ള യാതൊരു സംശയമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ DGP സ്ഥാനക്കയറ്റമാണ്. അത് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തും. അങ്ങനെ നിയമപോരാട്ടം നടത്തി സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് അനുകൂലമായ ഉത്തരവ് വാങ്ങി വന്നിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്. ഒരു പ്രധാന കാര്യം, ഇപ്പോ ഈ നൽകിയ റിപ്പോർട്ടിൽ ഇദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുന്നില്ല. 1. 2, ഈ തിരുത്തി എന്ന് പറയുന്ന കാലയളവിൽ ഇദ്ദേഹം ഓഫീസിലുണ്ടായിരുന്നില്ല, പകരം വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിലായിരുന്നു. ഇങ്ങനെ 2 കാര്യങ്ങൾ ഈ റിപ്പോർട്ടിന്റെ സാധുതയെക്കുറിച്ച് സംശയങ്ങളായി, റിപ്പോർട്ടുകളായി പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇത് പരിഗണിച്ച് ഇത് ശരിയാണെങ്കിൽ ഇതും ഉന്നയിച്ച് ട്രിബ്യൂണലിൽ പോവുകയും അത് ഹൈക്കോടതി എങ്ങാനും ശരിവെക്കുകയും ചെയ്താൽ അജിത് കുമാറിന് ഈ നഷ്ടപ്പെട്ട DGP സ്ഥാനക്കയറ്റം തിരിച്ച് നൽകേണ്ടി വരും. തീർച്ചയായും ട്രിബ്യൂണലിന്റെ ഭാഗത്തുനിന്ന്, കോടതിയുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ഒരു അനുകൂല ഉത്തരവുണ്ടായാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് DGP സ്ഥാനക്കയറ്റം ലഭിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം
ഇതിൽ ADGPയുടെ പങ്ക് സ്ഥിരീകരിക്കുന്ന കൃത്യമായ വിവരങ്ങൾ ഉണ്ടെന്നുള്ളത് തന്നെയാണ്. ഈ മൊഴിക്ക് അപ്പുറത്തേക്ക് അതിനപ്പുറത്തേക്കുള്ള കൃത്യമായ തെളിവുകൾ ADGPയുടെ പങ്ക് സ്ഥിരീകരിക്കുന്നുള്ള വിശദാംശങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള തിരിച്ചടിയും ഉണ്ടാകില്ല എന്നുള്ളൊരു കണക്കൂട്ടൽ തന്നെയാണ് ആഭ്യന്തര വകുപ്പുള്ളത്. ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വളരെ വേഗത്തിലൊന്നും ഒരു സസ്പെൻഷൻ, അത് കൃത്യമായ തെളിവുകളില്ല എന്നുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഒരിക്കലും ഒരു സസ്പെൻഷൻ നടപടിയിലേക്ക് പോകില്ല. കാരണം അതിന്റെ റിസ്ക് രണ്ടാണ്. ഒന്ന്, ഈ വളരെ വേഗത്തിൽ ചലഞ്ച് ചെയ്ത് അനുകൂലമായ ഉത്തരം കിട്ടാനുള്ള സാധ്യത അജിത് കുമാറിനുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ DGP സ്ഥാനക്കയറ്റം തടയണമെന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഡിസിപ്ലിനറി എൻക്വയറി നടത്തി ഒരു ചാർജ് മെമ്മോ കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനക്കയറ്റം നിഷേധിക്കപ്പെടുമായിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് സസ്പെൻഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കൃത്യമായ തെളിവുകളുണ്ട് എന്നുള്ളതാണ്. അത് സ്ഥിരീകരിക്കുന്ന പല വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അജിത് കുമാർ നൽകുന്ന ആ വിശദീകരണത്തെ പൂർണ്ണമായും തള്ളുകയാണ്. കാരണം അജിത് കുമാർ വയനാട്ടിലായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ വയനാട്ടിലായിരിക്കുന്ന സമയത്ത് പോലും ഉദ്യോഗസ്ഥർ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ പുറത്തു വന്ന ചില വിവരങ്ങൾ എന്ന് പറയുന്നത് ഈ ഗൺമാൻമാർ, അതായത് ഈ ഇവരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച ആളുകൾ, അവരുമായി ADGP ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള തെളിവുകൾ ഇതുണ്ട്. അതുകൊണ്ടാണ് കടുത്ത നടപടിയിലേക്ക് തന്നെ പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ഇപ്പോൾ നൽകാൻ പറ്റുന്ന മറ്റൊരു വിവരം കൂടിയുണ്ട്. ഈ ഗ്രേഡ് SIമാർ, ADGPയുടെ ഓഫീസിലെ 2 ഗ്രേഡ് SIമാർക്കെതിരെ കൂടി നടപടി ഉണ്ട് എന്നുള്ളൊരു വിവരമുണ്ട്. അത് എന്ത് നടപടിയാണെന്നുള്ളത് സംബന്ധിച്ച് അല്പസമയത്തിന് തന്നെ അറിയാൻ സാധിക്കും.